ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാനിടയായതിനെക്കുറിച്ച് ഇവിടെ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ചിലരൊക്കെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ നടന്ന പ്രഭാത സദസ്സിൽ പങ്കെടുത്തവരായിരിക്കും. പ്രഭാത സദസ്സിൽ വിവിധ വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നാടിൻ്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടവർക്കുള്ള ആശയങ്ങൾ ഈ പ്രഭാത സദസ്സിൽ പ്രകടിപ്പിക്കപ്പെട്ടു. പക്ഷെ അതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. ചെറിയൊരു സമയമാണ് മൊത്തത്തിൽ പ്രഭാത സദസ്സ്. അതോടൊപ്പം നാടിൻ്റെ ആകെ പരിച്ഛേദമാണ് അവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ എല്ലാ വിഭാഗവും കാണും. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി വിഷയങ്ങളാകെ അവതരിപ്പിക്കാൻ പ്രയാസമുണ്ട്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നവകേരള നിർമ്മിതിക്ക് ഉപകരിക്കുന്ന ഗൗരവമായ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെയാണ് ഈ പ്രഭാത സദസ്സിൽ ഉയർന്നു വന്നിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഉണ്ടായൊരാലോചനയാണ്, അങ്ങനെയാണെങ്കിൽ ഓരോ വിഭാഗത്തിനും എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പ്രത്യേകമായൊരു പരിപാടി നല്ലതാവില്ലേ? ആലോചനയുടെ ഭാഗമായാണ് ഇതുപോലുള്ള 10 മേഖലകളുടെ യോഗം നടത്താൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥി വിഭാഗവുമായിട്ടായിരുന്നു ആദ്യത്തെ ചർച്ച. റെസിഡൻസ് അസോസിയേഷനുമായിട്ടുള്ള ഇന്നത്തെ ചർച്ചയോടുകൂടി 10 യോഗങ്ങളും പൂർണ്ണമാവുകയാണ്. ഇവിടെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ടാവും. നമ്മുടെ നാടിൻ്റെ ഭാവി എങ്ങനെ വേണമെന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടേതായ സങ്കല്പങ്ങൾ, ആശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാര്യങ്ങൾ എല്ലാം സംസാരിച്ച് അവതരിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ആശയങ്ങൾ എഴുതി നൽകുന്നതും നന്നാവും. കാരണം 1 മണിയോടുകൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം എന്ന കാഴ്ചപ്പാടാണ് നാം പൊതുവിൽ ഉയർത്തിപ്പിടിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, വ്യവസായം, കൃഷി, സാമൂഹ്യനീതി, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ സംസ്ഥാനം നടപ്പാക്കുന്ന ജനപക്ഷ നിലപാടുകളുണ്ട്. അവ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം സംവാദങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്
വലിയ ഊർജമാണ് എന്താണ് ആദ്യമേ തന്നെ പറയാനുള്ളത്.